ഹായ്, എല്ലാവർക്കും നമസ്കാരം. റീഗൽ ആക്മി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന ഡിപ്ലോമ കോഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൽ ജോലി ചെയ്യുന്നവർ, ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് ഇക്വിപ്മെൻറ്റ്സും അതോടൊപ്പം തന്നെ ക്ലീനിങ്ങിന് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ലിക്വിഡ്സിനെയാണ് ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതുതായിട്ട് ജോലിക്കോ ട്രെയിനിങ്ങിനോ പോകുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള 9 ലിക്വിഡ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലിക്വിഡ്സിൽ ആദ്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ടാസ്കി R1 എന്നുള്ള ലിക്വിഡാണ്. സാധാരണ ഇത് ജനറലായിട്ട് ബാത്റൂം ക്ലീനറായിട്ടാണ് എല്ലാ ഹോട്ടൽസിലും R1 ലിക്വിഡ്സ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓൾ ബാത്റൂം സർഫസസ്, സിങ്ക്, ടബ്, ടൈൽസ്, ഫ്ലോർസ് ആൻഡ് ഫിറ്റിങ്സ്. ഇത്ര ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ R1 ലിക്വിഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഡൈലൂട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു റേഷ്യോ കാണിച്ചിട്ടുണ്ട്. 1 ലിറ്റർ വാട്ടറിൽ നോർമലി 20 ml R1 ലിക്വിഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം? 1 ലിറ്റർ വാട്ടറിൽ 50 ml യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? സ്പ്രേ ചെയ്ത് സാധാരണ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുശേഷം 2 സെക്കൻഡെങ്കിലും വെറുതെ ഇട്ടേക്കുക. ദെൻ സ്ക്രബ് ചെയ്യുക, നന്നായിട്ട് സ്ക്രബ് ചെയ്യുക അത്യാവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? ഉണങ്ങിയ തുണി കൊണ്ട് അതിനെ തുടച്ചെടുക്കുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സിൽ മാത്രമായിരിക്കും ഈ R1 ലിക്വിഡ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായി R2 ലിക്വിഡ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. R2 ലിക്വിഡ് നോർമലി ഹാർഡായിട്ടുള്ള സർഫസ് ക്ലീനറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഏരിയയിലാണ് നമ്മൾ ഈ R2 ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടൈപ്പ് ഓഫ് ഫ്ലോർസ് ആൻഡ് വാൾസ്. നമുക്കറിയാം ഹാർഡായിട്ടുള്ള ഏരിയ ആയിരിക്കും ഫ്ലോർസും വാൾസും. അവിടെ നമുക്ക് ഈ ലിക്വിഡ്സ് ഉപയോഗിക്കാം. നോർമലി സോയിലിംഗ്, സാധാരണ ഹെവി ആയിട്ടും നോർമലായിട്ടുള്ള ഒരു പ്രതലത്തിലാണെങ്കിൽ നമുക്ക് 20 to 40 ml 1 ലിറ്റർ വാട്ടറിൽ ഉപയോഗിച്ച് ചെയ്യാം. അത് അല്ലാതെ കുറച്ച് ഹെവി ആയിട്ടാണെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിക്വിഡിൻ്റെ അളവ് കുറച്ച് കൂട്ടാം. താഴോട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഫ്ലോർ ക്ലീനർ ഫോർ ഗ്ലാസസ് ആൻഡ് ഫ്ലോർ ലൈക്ക് ഇറ്റാലിയൻ മാർബിൾസ്. കണ്ടോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതേമാതിരിയുള്ള ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഈ ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് നമുക്ക് ഉപയോഗിച്ച് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേമാതിരിയുള്ള ലിക്വിഡ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. R1 ലിക്വിഡ് എന്തിനാണെന്ന് മനസ്സിലായി, സെയിം ടൈം R2 എന്തിനാണെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്തതായി നമുക്ക് R3 ലിക്വിഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ടാസ്കി R3 ലിക്വിഡ്സ് നോർമലി യൂസ് ചെയ്യുന്നത് ഗ്ലാസും മിററും ക്ലീൻ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ ഉപയോഗിക്കുന്ന ഏരിയാസ് വിൻഡോയിലുള്ള മിറേഴ്സും ഗ്ലാസസും. ഓക്കെ, നോർമലി ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഗ്ലാസസും. ഇത് എങ്ങനെയാണ് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് വെച്ചാൽ, സാധാരണ 20 തൊട്ട് 50 ml വരെ ഉള്ള ലിക്വിഡ് നമ്മൾ 1 ലിറ്റർ വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഈ ഗ്ലാസും മിറേഴ്സും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കും? സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞത് മാതിരി തന്നെ സ്പ്രേ ചെയ്ത് വേണം. ആ ഒരു നമ്മൾ എവിടെയാണ് ക്ലീൻ ചെയ്യേണ്ട ആ ഭാഗത്ത് സ്പ്രേ ചെയ്യുക. ദെൻ അവിടെ വളരെ നല്ല ഉണങ്ങിയതായിട്ടുള്ള തുണി കൊണ്ട് മൊത്തം കവർ ചെയ്തെടുക്കുക. ഓക്കെ, സാധാരണ നമ്മളത് ഒരിക്കൽ ഉപയോഗിച്ചിട്ട് പിന്നെ ആ ടവൽ കൊണ്ട് വീണ്ടും നമ്മൾ അവിടെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും സാധാരണ വീണ്ടും എന്തുണ്ടാവും? അത് ആ ഒരു അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വീണ്ടും പറ്റിപ്പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത്സ് ഒരിക്കൽ ഉപയോഗിച്ച് അതിനെ മാറ്റിയിട്ട് വേറെ ക്ലോത്ത് ഉപയോഗിക്കുക. ഈ ഒരു രീതിയിൽ വേണം R3 ലിക്വിഡ്സ് നമ്മൾ ഗ്ലാസ്സുകളും മിറേഴ്സും ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ
ഉപയോഗിക്കാനുള്ളത്. ഓക്കെ. അടുത്തതായിട്ട് അടുത്ത ലിക്വിഡായ ടാസ്കി R4 ലിക്വിഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് റൂംസിനകത്തുള്ള ഫർണിച്ചർ പോളിഷ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ R4 ലിക്വിഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ട രീതിയും നമ്മൾ ചുവടെ കാണിക്കുന്നുണ്ട്. അത് എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യണം? സാധാരണ ഉപയോഗിക്കുന്ന ഏരിയാസ് ഓൾ വുഡൻ ഫ്ലോർസ് ആൻഡ് ഫർണിഷിങ്സ്. ഡൈല്യൂഷൻസ് എന്തായിരിക്കും? എപ്പോഴും റെഡി ടു യൂസ് ആയിരിക്കും സാധാരണ അതുണ്ടാവുക. എങ്ങനെ നമ്മളത് യൂസ് ചെയ്യണം? ഡു നോട്ട് യൂസസ് ഓൺ ഗ്ലാസസ്. ഈ ടൈപ്പ് ഓഫ് പോളിഷ് ചെയ്യുന്ന ഈ ലിക്വിഡ്സ് ഗ്ലാസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഫ്ലോസ് സാധാരണ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല അല്ലേ. ദെൻ ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ആ ഡൈലൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ലിക്വിഡ് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് പാകത്തിന് വരാൻ വേണ്ടിയാണ്. ദെൻ ഒരു സോഫ്റ്റായിട്ട് ഉണങ്ങിയ ക്ലോത്തിൽ നമ്മൾ സ്പ്രേ ചെയ്യുക. ദെൻ എവിടെയാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ. ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലോത്തിൽ വേണം സ്പ്രേ ചെയ്യാൻ. ദെൻ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ഈ ലിക്വിഡിൻ്റെ ഉപയോഗവും. ഉപയോഗിക്കുന്നത് ഫർണിച്ചർ പോളിഷ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഓക്കെ. അടുത്ത ലിക്വിഡ് R5 ലിക്വിഡാണ്. നോർമലി ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് എയർ ഫ്രഷ്നറായിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ റൂംസിലും മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എയർ ഫ്രഷ്നർ. ഇത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് നോർമലി ഉപയോഗിക്കുന്ന ഏരിയാസ് ഓഫീസസ്, കോറിഡോർസ്, വാഷ്റൂംസ്. ഓക്കെ. ഈ ഭാഗങ്ങളിലാണ് ഈ എയർ ഫ്രഷ്നേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാതെ റെഡി ടു യൂസ് തന്നെ ആയിരിക്കാം. സാധാരണ എങ്ങനെ ഉപയോഗിക്കണം? ഡു നോട്ട് സ്പ്രേ ഡയറക്റ്റ്ലി ഓൺ ദ ഫ്ലോർസിൽ ഡയറക്റ്റായിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യരുത്. സ്പ്രേ അപ്വേർഡ് ഇൻ ടു ദ സെൻറ്റർ ഓഫ് ദ റൂം ആസ് റിക്വയർഡ്. നമ്മൾ റൂമിനകത്താണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ റൂമിലാണെങ്കിൽ റൂമിനകത്ത് കയറി അതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നൊരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ എയർ ഫ്രഷ്നർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തതായിട്ട് R6 ലിക്വിഡിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. R6 ലിക്വിഡ് നോർമലി ഉപയോഗിക്കുന്നത് ടോയ്ലറ്റിൻ്റെ ബൗൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക, വേറെ ലിക്വിഡ് ഒന്നും മിസ്സായി പോകരുത്. R6 തന്നെ ഉപയോഗിക്കണം. ഓക്കെ. അതെങ്ങനെ ഉപയോഗിക്കുന്നു നമുക്ക് നോക്കാം. ഏരിയാസ് ടോയ്ലറ്റ് ബൗൾസ് ആൻഡ് യൂറിനറി ഭാഗങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലിക്വിഡ്സ് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇത് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ലിക്വിഡ് മാത്രം ഒഴിച്ചിടാൻ നോക്കുക. ദെൻ അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? ഫ്ലഷ് ചെയ്യുക. ഫ്ലഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോയ്ലറ്റ് ബ്രഷ് കൊണ്ട് എന്ത് ചെയ്യുക? ഈ വാട്ടർ ലെവലിനെ ഒന്ന് പുഷ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഇത്രയും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് R6 ഉപയോഗിച്ച് ലിക്വിഡ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അടുത്തതായിട്ട് R7 ലിക്വിഡ് എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യണമെന്ന് നോക്കാം. സാധാരണ ഫ്ലോർ ക്ലീനറായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടാസ്കി R7 ലിക്വിഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഏത് ഏരിയയിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഫോർ റിമൂവൽ ഓഫ് ഓയിൽ ആൻഡ് ഗ്രീസ്. സാധാരണ റൂമിനകത്ത് എന്തെങ്കിലും ഓയിൽസോ എന്തെങ്കിലും ആയിട്ടുണ്ട്, സെയിം ടൈം നമ്മുടെ ഹോട്ടലിൻ്റെ ഔട്ട് സൈഡോ റൂംസിനകത്തോ എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഏരിയാസ് എവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്? ഓയിൽ എന്തെങ്കിലും അകപ്പെട്ട് കിടപ്പുണ്ട് അല്ലെങ്കിൽ ആയി കിടപ്പുണ്ട് എന്ന സ്ഥലത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഡൈലൂട്ട് ചെയ്യേണ്ട സംഭവമാണ്. ഈ ലിക്വിഡ് നമ്മൾ നോർമൽ സോയിലിംഗ് ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഓയിലാണ് എന്തെങ്കിലും മോശമായിട്ട് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 ലിറ്ററിന് 20 മുതൽ 40 ml ലിക്വിഡ് എടുത്താൽ മതിയാവും. അല്ലാതെ ഒത്തിരി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 50 ml തന്നെ നമ്മൾ എടുക്കുക. ഉപയോഗിക്കുന്ന ക്രമം എങ്ങനെയാണ്? നമുക്കറിയാം, മോപ്പിംഗ് വെറ്റും ഡ്രൈ മോപ്പിങ്ങും ഉള്ളതായിട്ട് അറിയാം. അതിനുശേഷം എന്ത് ചെയ്യുക? വെറ്റ് മോപ്പിനെ ഉപയോഗിക്കുക. അതിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യുക? ഓൾട്ടർനേറ്റീവ്ലി യൂസ് സ്ക്രബിങ് മെഷീൻസ്. നമ്മൾ എന്ത് ചെയ്യുക? വെറ്റായിട്ടുള്ള വാക്യൂമും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അടുത്ത ലിക്വിഡ് R8 ആണ്. നോർമലി R8 കെമിക്കൽ യൂസ് ചെയ്യുന്നത് ഹൈലി എഫക്റ്റീവ് ആസിഡ് ബേസ്ഡ് എന്നുവെച്ചാൽ കെറ്റിൽസും കിച്ചൺ എക്യുപ്മെൻറ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ R8 ലിക്വിഡ്സാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഉദാഹരണം ടീ കെറ്റിൽസ് തന്നെയാണ്. വളരെ ബാഡ് സ്മെല്ല് വരുന്ന ടൈപ്പ് ഓഫ്
ഒരു ഉപകരണമാണ് കെറ്റിൽസ്, ടീ കെറ്റിൽസ് എല്ലാം. അപ്പോൾ ഇതേമാതിരിയുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ആ ഒരു സ്മെല്ല് കളയാനും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ്സാണ് R8 ലിക്വിഡ്സ്. ഓക്കെ, അടുത്തതായി പരിചയപ്പെടുത്തുന്ന ലിക്വിഡ് R9 ലിക്വിഡാണ്. നോർമലി ഈ ലിക്വിഡ് ഉപയോഗിക്കുന്നത് ഫിറ്റിങ്സ് ആൻഡ് വാൾസ് ഇൻ ദ ബാത്റൂം, സിങ്ക്, ടബ്, ടൈൽസ് ആൻഡ് ഫിറ്റിങ്സ്, ഇതേമാതിരിയുള്ള ഏരിയയിൽ ഉള്ള സാധനങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ R9 ലിക്വിഡ് യൂസ് ചെയ്യുന്നത്. ഡൈല്യൂട്ട് ചെയ്യുന്ന രീതി കണ്ടോ, 50 തൊട്ട് 100 ml വരെ ലിക്വിഡാണ് 1 ലിറ്റർ വാട്ടറിൽ. ഈ ഒരു റേഷ്യോയിൽ വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലിക്വിഡ് യൂസ് ചെയ്യേണ്ടത്. നോർമലി ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വീണ്ടും അഴുക്ക് പറ്റിച്ചേരുന്ന ആ ഒരു പ്രവണത നമുക്ക് കുറയ്ക്കാനും സാധിക്കും ഈ ഒരു R9 ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ അതിന് എന്ത് ചെയ്യുക, സ്പ്രേ ഡയറക്ട്ലി ഓൺ ദ സർഫസ് ടു ബി ക്ലീൻഡ്. നമ്മൾ എവിടെയാണോ ക്ലീൻ ചെയ്യാനുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 20 സെക്കൻഡെങ്കിലും നമ്മളതിനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടിരിക്കുക. അതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് അതിനെ സ്ക്രബ് ചെയ്ത് കളയാൻ വേണ്ടി നോക്കുക. ഓക്കെ, ദെൻ എപ്പോഴും ശ്രദ്ധിക്കുക, ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട്. ഒരിക്കൽ ഡേർട്ടി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ സെയിം ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മേളിൽ ക്ലീൻ ചെയ്യാൻ നോക്കരുത്. അതിന് റെഗുലറായിട്ട് തന്നെ ക്ലോത്ത് മാറ്റി തന്നെ ആ ഒരു ഏരിയയെ ക്ലിയർ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ലിക്വിഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതിന് നിങ്ങൾ ഒരിക്കൽ കൂടെ ഒരു 2-3 ടൈംസ് എങ്കിലും നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ലിക്വിഡ്സിനെ കുറിച്ച്, അതായത് R1 തൊട്ട് R9 വരെയുള്ള നോർമലി ആയിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ്സിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തതായി ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്ന 12 ഇനം എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് സ്ക്രബ് ബ്രഷസ്. ഓക്കെ, നമ്മൾ ഈ ഇമേജിൽ തന്നെ കാണുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. സ്ക്രബ്ബേഴ്സ്, പലതരം സ്ക്രബ്ബേഴ്സ് ഉണ്ട്. ഈ ഒരു സ്ക്രബ്ബറിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാത്റൂംസോ റൂമിനകമോ ആയിരിക്കും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ടും സേഫ്റ്റി മെഷേഴ്സ്, ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. സെയിം ടൈം മാസ്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രബ് ബ്രഷസിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് ടോയ്ലറ്റ് ബ്രഷ് എന്ന് പറഞ്ഞ അടുത്ത എക്യുപ്മെൻറ്റ്സ്. ഇതിൻ്റെ പ്രത്യേകത കണ്ടായിരുന്നു, നമ്മൾ ഹാൻഡി ആയിട്ടുള്ള ആ ഒരു പോർഷൻ, ഹാൻഡ് റെസ്റ്റ് പോർഷനിൽ കുറച്ച് നീളത്തിനുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കൊള്ളുക, കൃത്യമായിട്ടും കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള പ്ലേസസ് ആയിരിക്കും സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടിയുണ്ടാവുക. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ബ്രഷസിന് നമ്മൾ പറയുന്നതാണ് ടോയ്ലറ്റ് ബ്രഷസ്. നോർമലി 99% ഈ കൈൻഡ് ഓഫ് ബ്രഷസ് നമ്മൾ ടോയ്ലറ്റിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു എക്യുപ്മെൻറ്റ് മൾട്ടി പർപ്പസ് ഡസ്റ്റർ. ഓക്കെ, ഈ ഒരു എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഒരാവശ്യത്തിന് അല്ല ഉപയോഗിക്കുന്നത്. നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് ഡസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിന് ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. സാധാരണ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റാണ് മൾട്ടി പർപ്പസ് ഡസ്റ്റർ. അത് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈ ഒരു എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള തിങ്സിൽ വരെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഈവൻ ഇപ്പോൾ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ പോലും ആ ഗ്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് നന്നായിട്ട് പൊടി കളഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത എക്യുപ്മെൻറ്റ് സ്പോഞ്ചസ് ആണ്. സാധാരണ നമ്മൾ ഗ്ലാസ്സുകൾ, ഫർണിച്ചർ ഐറ്റംസ്, ഇതേമാതിരിയുള്ള സംഭവങ്ങൾ നമുക്ക് ലിക്വിഡ് സാധാരണ സ്പോഞ്ചിൽ ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്യലായിരിക്കും ചെയ്യുക. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്പോഞ്ചസ് ഉപയോഗിക്കുന്നത്. എപ്പോഴും ടവലിലായിരിക്കത്തില്ല, ക്ലോത്തിലായിരിക്കത്തില്ല നമ്മൾ ഉപയോഗിക്കുക. സ്പോഞ്ചസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ കെമിക്കൽസ് ഉപയോഗിക്കുന്നു. ലിക്വിഡ്സ് നമ്മൾ അതിൽ സ്പ്രേ ചെയ്ത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഈ സ്പോഞ്ചസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാക്യൂംസ് ആണ്. ഓക്കെ, വെറ്റ് വാക്യൂംസ്, ഡ്രൈ വാക്യൂംസ്, ദെൻ അതേമാതിരി തന്നെ ഒത്തിരി ടൈപ്പ് ഓഫ് വാക്യൂംസ് ഉണ്ട്. ചെറിയ ചെറിയ പൊടികൾ എടുക്കുന്നതും അതോടൊപ്പം തന്നെ ഈവൻ പേപ്പറുകൾ, വലിയ എക്യുപ്മെൻറ്റ്സ് വലിയ തിങ്സ് ഒബ്സർവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വാക്യൂംസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊരു മേജർ പാർട്ടാണ് ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ
ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എക്യുപ്മെൻ്റാണ് ഈ വാക്വംസ്. ഓക്കെ, ഈ വാക്വം ക്ലീൻ വഴിയായിരിക്കും സാധാരണ മിക്ക റൂംസും വളരെ റെഗുലറായിട്ട് ഹൗസ് കീപ്പിംഗ് എക്സിക്യൂട്ടീവ്സ് റൂംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റാണ്. എല്ലാവരും അത് ശ്രദ്ധയിൽ വയ്ക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് സ്പ്രേ ബോട്ടിൽ. സ്പ്രേ ബോട്ടിൽ നമുക്കറിയാം, ഓരോ ലിക്വിഡും ഒരുമിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ബോട്ടിൽ തന്നെയായിരിക്കും സാധാരണ ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇവർ സെപ്പറേറ്റ് സ്പ്രേ ബോട്ടിൽസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ, ഇമേജിൽ കാണിക്കുന്നത് വളരെ ക്ലിയറാണ്. പല കളറിലായിരിക്കും പല ലിക്വിഡ്സും ഉണ്ടാവുക. ആ കളർ വച്ചും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല എങ്കിൽ ഹൗസ് കീപ്പിംഗ് എക്സിക്യൂട്ടീവ്സ് ഈ പേര് തന്നെയായിരിക്കും അവർ ഉപയോഗിക്കുക. ഈ R1, R2, R3 ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അതിൽ ലേബൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അടുത്ത എക്യുപ്മെൻ്റായിട്ട് ഹൗസ് കീപ്പിംഗ് എക്സിക്യൂട്ടീവ്സ് ഉപയോഗിക്കുന്നത് മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്ത്സ് ആണ്. നമ്മൾ ലിക്വിഡ്സ് ക്ലോത്ത്സിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. 99% ഹോട്ടൽ പീപ്പിൾ, സ്പെഷ്യലി ഹൗസ് കീപ്പിംഗ് എക്സിക്യൂട്ടീവ്സ് ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്ത്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്ത്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നൂല് ഇളകി വരാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ മിററും ഗ്ലാസ്സൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത്സ് അല്ല എങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ തുണിയാണെങ്കിൽ അതിൽ ഡസ്റ്റ് നമുക്കറിയാം, മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് ഉണ്ടാവും. സെയിം ടൈം നൂല് തന്നെ അതിൽ നിന്ന് ഇളകി വരുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്ത്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല. നമ്മൾ ക്ലീൻ ചെയ്യുന്ന പാർട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്ത്സ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത മേജർ എക്യുപ്മെൻറ്റ്സ് ആണ് ബ്രൂം ആൻഡ് ഡസ്റ്റ് പാൻ. സാധാരണ മിക്ക ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളും ഉപയോഗിക്കുന്ന ബ്രൂംസ് പലതരമാണ്. നമ്മൾ സാധാരണ ചൂൽ എന്ന് പറയണത് പോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, നോർമലി സാധാരണ ചൂലുണ്ടാവും, ദെൻ ബാംബൂവിലെ ചൂലുണ്ടാവും, സെയിം ടൈം ഫൈബറിലെ ചൂലുണ്ടാവും. അങ്ങനെ പലതരത്തിൽ തന്നെ അവർ ബ്രൂംസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും, യൂസ് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഡസ്റ്റ് പാൻ, നമ്മൾ ചവറ് വാരി എന്ന് പറയണത് മാതിരിയുള്ള ഡസ്റ്റ് പാൻസും സാധാരണ ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, അതോടൊപ്പം തന്നെ ഡസ്റ്റ് ബിന്നും ഒരു മേജറായിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ് തന്നെയാണ്. അത് സാധാരണ റൂംസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, വച്ചിട്ട് പോകലായിരിക്കും സാധാരണ ചെയ്യുക. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സ് ഓർമ്മയിരിക്കുക. ഈ ബ്രൂം എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻറ്റും ഡസ്റ്റ് പാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. അത് യൂസ് ചെയ്യുന്ന രീതിയും നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അടുത്ത എക്യുപ്മെൻ്റ് പേര് മോപ്സ് ആണ്. സാധാരണ ഹോട്ടൽസിൽ മോപ്പ് നിർബന്ധം. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ മോപ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. 2 തരം മോപ്സാണ് ഉള്ളത്. ഡ്രൈ മോപ്പും വെറ്റ് മോപ്പും ആയിരിക്കും ഉണ്ടാവുക. നമ്മളിത് കാണുന്നത് ഡ്രൈ മോപ്പാണ്. ഡ്രൈ മോപ്പ് സാധാരണ വെറ്റ് മോപ്പ് ഉപയോഗിച്ച് അവിടെ അത്രയുള്ള ഡസ്റ്റ് കംപ്ലീറ്റ് ഏകദേശം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഡ്രൈ മോപ്പ് ഉപയോഗിക്കുക. വെറ്റ് മോപ്പ് നിങ്ങൾക്ക് അറിയാം, സാധാരണ റൗണ്ടായിട്ട് നൂല് പോലെ അല്ലെങ്കിൽ ക്ലോത്ത് പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് മോപ്പാണ്. സാധാരണ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ്. എല്ലാ ഹൗസ് കീപ്പിംഗ് എക്സിക്യൂട്ടീവ്സും അവരുടെ കയ്യിൽ ഇത് കൃത്യമായിട്ട് അത് ഉണ്ടാവും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് ബക്കറ്റ്സ്. നോർമലി അവരുടെ ലിക്വിഡ്സ് ഡൈല്യൂട്ട് ചെയ്യാനും സാധാരണ ഇതിനൊക്കെ വേണ്ടി അവർക്ക് കൃത്യമായിട്ട് ഇതേമാതിരിയുള്ള എക്യുപ്മെൻറ്റ്സ് നിർബന്ധമാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി പറയേണ്ട ആവശ്യമുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. നെക്സ്റ്റ് വൺ ക്ലീനിങ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, നമ്മളത് അപ്ലൈ ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതും കൃത്യമായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടൂൾ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലൗസിനെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഈ കെമിക്കൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ മുൻകരുതൽ കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാവണം. അല്ലാണ്ട് നമ്മൾ ചെയ്യാനേ പാടുള്ളതല്ല. ഗ്ലൗസ് സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായിട്ട് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഓക്കെ, വളരെ ക്ലിയറായെന്ന് മനസ്സിലാക്കുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് സ്ക്രബിങ് മെഷീൻസ് ആണ്. സാധാരണ നമ്മളെ ഫ്ലോറിൽ വളരെ ഡേർട്ടിയായി നമുക്കല്ലാണ്ട് ഇപ്പം ഹാൻഡി ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഈ മെഷീൻസിനെ ആശ്രയിക്കും. അപ്പോൾ ഇതിൻ്റെ പേര് സ്ക്രബിങ് മെഷീൻസ് ആണ്. എത്ര അഴുക്കുള്ള കറകൾ അതിനകത്തായാലും ഈ സ്ക്രബിങ് മെഷീൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് സ്ക്രബിങ് മെഷീൻ.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെഷീൻസിൻ്റെ പേരാണ് ബോക്സ് സ്വീപ്പറും വാക്യൂം ക്ലീനേഴ്സും. ഓക്കെ, ഈ ബോക്സ് സ്വീപ്പർ ഇലക്ട്രിക് സ്വീപ്പറാണ്. അതിനകത്ത് ഒരു ഫ്രിക്ഷൻ ബ്രഷാണ് അതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ളത്. ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കറങ്ങുന്ന ടൈപ്പ് ഓഫ് ഒരു ബ്രഷാണ് ഈ ഒരു മെഷീനകത്ത് ബോക്സ് സ്വീപ്പറിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏത് രീതിയിലുള്ള കറകളാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഏതിൻ്റെ സഹായത്തോടെ? ഈ ബോക്സ് സ്വീപ്പറിൻ്റെ സഹായത്തോടു കൂടി. ഓക്കെ, അടുത്ത ഒരു എക്യുപ്മെൻറ്റിൻ്റെ പേരാണ് വാക്യൂം ക്ലീനർ. നമ്മൾ നേരത്തെയും ആ വാക്യൂമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇൻ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വാക്യൂം ക്ലീനർ. വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടും, അതായത് എന്ത് കറകളോ വളരെ ഡേർട്ടി ആയിട്ട് നിൽക്കുന്ന അവസ്ഥ എന്ത് വന്നു കഴിഞ്ഞാലും ഈ വാക്യൂം ക്ലീനർ, നമ്മൾ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള വാക്യൂം ക്ലീനർ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടാവും? നമുക്കത് വളരെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് വയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെഷീൻസും കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുക. ബോക്സ് സ്വീപ്പർ മെഷീനും വാക്യൂം ക്ലീനറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എക്യുപ്മെൻറ്റ്സാണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെഷീൻസ് പോളിഷിംഗ് മെഷീനും സ്ക്രബ്ബറുമാണ്. പോളിഷിംഗ് മെഷീൻ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് വൺസ് നമ്മൾ നിലം കംപ്ലീറ്റ് ആയിട്ട് സാധാരണ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ ഷൈനിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോളിഷിംഗ് ആയിട്ടുള്ള ഈ മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. ഓക്കെ, പോളിഷ് ചെയ്യാൻ നമുക്ക് ലിക്വിഡ്സും ഉണ്ട്. അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോളിഷിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, നിങ്ങൾക്ക് ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വർക്കിലോട്ട് കയറുമ്പോൾ കൃത്യമായിട്ട് ഇതേ കൈൻഡ് ഓഫ് മെഷീൻസ് ഹെവി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അനദർ മെഷീൻ സ്ക്രബ്ബർ മെയിനായിട്ട് എന്തിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലോറിന് കുറച്ചും കൂടെ ആ അക്സസറീസിന് കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ക്രബ്ബേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബഫിങ് നമ്മൾ ചെയ്യണത് മാതിരി പോലെ തന്നെ ഈ സ്ക്രബ്ബേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, വളരെ നന്നായിട്ട് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കിയിട്ട് ഇത് സാധാരണ എന്ത് ചെയ്യാം, നമ്മൾ ഹാൻഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും സ്ക്രബ്ബേഴ്സ്. അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, മെഷീൻസിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ പോകും. എക്സാമ്പിൾസ് കഫറ്റേരിയാസ്, റെസ്റ്റോറൻറ്റ്, ലോബി ഏരിയാസ്, ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ സ്ക്രബ്ബർ മെഷീൻസിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെഷീൻസിനും നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക, പോളിഷിംഗ് മെഷീനും സ്ക്രബ്ബേഴ്സും. ഓക്കെ, വളരെ യൂസ്ഫുള്ളായിട്ടുള്ള രണ്ട് മെഷീനാണ്. ഓക്കെ, അടുത്ത ഇമേജിൽ കാണുന്ന എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്യുപ്മെൻറ്റ്സും ഉണ്ട്. കാർപ്പറ്റ് ക്ലീനർ, കാർപ്പറ്റ് ഏരിയയിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മെഷീനാണ്. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് വാക്യൂം ക്ലീനറാണ്. ദെൻ ഫ്ലോർ ബഫർ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണത്. ദെൻ ഫ്ലോർ സ്ക്രബ്ബേഴ്സ്. ഓക്കെ, ഇതും മെഷീൻ ടൈപ്പാണ്. ഡ്രൈവ് മോഡായിരിക്കും, ഒരാളിരുന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ബാക്കിയൊക്കെ ഹാൻഡി ആയിട്ടല്ലാതെ നമ്മൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് പോലെ ചെയ്യുന്നതാണ്. ഈ ഫ്ലോർ സ്ക്രബ്ബർ രണ്ട് മെഷീൻ കാണുന്നുണ്ട്. ഒന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ് ആദ്യം കാണുന്നത്. രണ്ടാമത് കാണുന്നത് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ്. ദെൻ മിനി സ്ക്രബ്ബർ, നമ്മൾ ഫ്ലോർ ബഫർ ഉപയോഗിക്കുന്നത് മാതിരി തന്നെ ആയിരിക്കും ഈ മിനി സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ സോഫ ക്ലീനർ, ദെൻ വാക്യൂം ക്ലീനേഴ്സ്. ഓക്കെ, നമ്മൾ ഈ മെഷീൻസ് പല പേരിലായിരിക്കും നിങ്ങൾ ഓരോ പ്രോപ്പർട്ടിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലോർ സ്ക്രബ്ബർ നമ്മൾ കണ്ടിട്ടുണ്ട്, മിനി സ്ക്രബ്ബർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ ചില പ്രോപ്പർട്ടികൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ രണ്ടുമായിരിക്കും. വാക്യൂം ക്ലീനേഴ്സ് ഉപയോഗിക്കുന്നത് ചില പ്രോപ്പർട്ടിക്കാർ ഉപയോഗിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഇന്ന മെഷീനല്ലേ ഇങ്ങനെയല്ലേ ഇരുന്നത് എന്നുള്ള ചിന്താഗതി നിങ്ങൾ വെക്കരുത്. ഇതിൽ ഏത് വേണോ നിങ്ങൾക്ക് അവിടെ പ്രോപ്പർട്ടി പോണ സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും നിങ്ങൾ ആ പ്രോപ്പർട്ടി കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെഷീനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം, ഓക്കെ ഇത് ഈ കൈൻഡ് ഓഫ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ ആവി അടിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. ആ ഒരു കമ്പനിയുടെ പേരാണ് കാണിച്ചിരുന്നത്, സ്റ്റീം ഷോട്ട് ഡീലക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക. അത് ചില ഏരിയാസിൽ നമ്മുടെ സ്പെഷ്യലി
കിച്ചൺ ഏരിയയ്ക്കകത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അല്ലാണ്ട് വളരെ ലിക്വിഡ്സ് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഓരോ പോർഷൻസ് ഉണ്ട്. അവിടെ സ്റ്റീം ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ആ ഭാഗങ്ങളോട് എത്തിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുന്ന രീതി. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഹെവി ആയിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്യുപ്മെൻറ്റ്സും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. അത് നമുക്ക് ഒരിക്കലും കൈ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് വളരെ ഹെവി ആയിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മോശമായിട്ട് ഡേർട്ടി ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഹെവി സ്പ്രെയർ. ഓക്കെ, അപ്പോൾ അതും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഇതേമാതിരിയുള്ള സ്റ്റീം ടൈപ്പ് ഓഫ് ക്ലീനിങ് എക്യുപ്മെൻറ്റ്സും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഒത്തിരി ഏരിയാസ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേജറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ലിക്വിഡ്സും അതോടൊപ്പം ഈ എക്യുപ്മെൻറ്റ്സും ഓക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. പ്രയോജനമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ ഇതിനകത്ത് ചെയ്യുക. വീണ്ടും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ചും വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സും അറിയണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആവശ്യം ഇടുക. കൃത്യമായിട്ടും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ ആവശ്യാനുസരണം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.